നമസ്കാരം. നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ ഉണ്ണി പുത്തൂരിൽ നിന്നുള്ള മലയാളത്തിന്റെ ഒരു പ്രശസ്ത കവിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഉണ്ണി പുത്തൂരിനെ പറ്റി പറയുമ്പോൾ മലയാള ശ്രേഷ്ഠ ഭാഷയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതിലുപരി ധാരാളം കവിതകൾ എഴുതി ബുക്സുകളാക്കി ഇന്നും ജീവിതത്തിന്റെ ആ മുന്നേറ്റത്തിലോട്ട് തന്നെ ശ്രീ ഉണ്ണി പുത്തൂര് കവിതയ്ക്ക് വേണ്ടി ഒരുപാട് നാളുകൾ പ്രയത്നിച്ച് നല്ല നല്ല വരികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മഹാപ്രതിഭയാണ് ശ്രീ ഉണ്ണി പുത്തൂര്. ഉണ്ണി പുത്തൂരിനെ ഇന്ന് ഈ വേദിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്റർവ്യൂവിൽ കിട്ടിയത് തന്നെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഉണ്ണി പുത്തൂരിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉണ്ണി സാറിനോട് തന്നെ ചോദിക്കാം. സാർ, മലയാള ശ്രേഷ്ഠ ഭാഷയിലെ സാർ ഈ രംഗത്തോട്ട് വരാൻ എന്താണ് അതിന്റെ മുഖ്യ ഒരു ധാര? അതിന്റെ മുഖ്യധാര എന്ന് പറയുമ്പോഴേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഈ കലയും സാഹിത്യവും കവിതയും ഒക്കെ തന്നെ മനസ്സിലേക്ക് കടന്നു വരികയും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ധാരാളം വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ യുവജനോത്സവ മത്സരങ്ങളിലെ കവിതാരേഖയ്ക്ക് ഫസ്റ്റും ചെറുകഥാരേഖയ്ക്ക് സെക്കൻഡും കിട്ടുകയും അങ്ങനെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് സജീവമായി കടന്നു വരികയുണ്ടായി. പിന്നെ യുവജനോത്സവങ്ങളെ നാടകങ്ങളിൽ അഭിനയിക്കുകയും ആ രീതിയിലെല്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിയാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രേഷ്ഠ ഭാഷ മലയാളം ശാസ്ത്രകലാ സാഹിത്യ സാംസ്കാരിക വേദി എന്നൊരു വേദി മലയാളത്തിലെ സംസ്ഥാന തലത്തിലെ പിന്നെ നമ്മൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് 100-ലധികം സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ 500-ലധികം സാംസ്കാരിക പ്രതിഭകൾക്ക്, കവികൾക്ക്, സിനിമാ രംഗത്തുള്ളവർക്കൊക്കെ തന്നെ നമ്മളെ കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് നമ്മൾ അവാർഡുകൾ നൽകി, മെമന്റോയും പ്രശസ്തി പത്രവും കൊടുത്ത് ആ രീതിയിൽ സജീവമായിട്ട് പ്രതിഭകളെ വളർത്തുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ശ്രേഷ്ഠ ഭാഷ മലയാളം ശാസ്ത്രകലാ സാഹിത്യ സാംസ്കാരിക വേദി. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ശ്രേഷ്ഠ ഭാഷ മലയാളത്തിന്റെ ആ ഒരു കാര്യം തന്നെ സാർ പറഞ്ഞപ്പോൾ, ഈ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ വായിക്കാനും അല്ലെങ്കിൽ അതിന്റെ അറിവ് കിട്ടാനും ഒരുവിധപ്പെട്ടവർക്ക് ഒരു കവിതയൊക്കെ ചെയ്യാൻ വലിയ പാടാണ്. പക്ഷേ ശ്രീ ഉണ്ണി പുത്തൂര് സാറ് ഈ ഒരു ഘടകത്തിലോട്ട് വരുന്നത് സ്കൂൾ തലത്തിൽ കൂടി തന്നെ വന്നപ്പോൾ അന്ന് എന്തെങ്കിലും നല്ല ഒരു പദവി ഇതിനു വേണ്ടി മനസ്സിൽ കണ്ടോ? കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നമ്മുടെ മുൻനിരയിലുള്ള എഴുത്തുകാരെ, കവികളെ, നോവലിസ്റ്റുകളെ, സിനിമാ രംഗത്തുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നടന്മാരെ, അതുപോലെ തന്നെ പ്രതിഭകളെ, സംവിധായകരെ, തിരക്കഥാകൃത്തുകളെ, ഇവരെ പോലെയൊക്കെ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു ഉൾപ്രേരണ എന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മളെ ഈ രംഗത്ത് സജീവമായിട്ട് കൊണ്ടെത്തിച്ചത്. അതെ, ഇപ്പോഴും ആ ഒരു ആഗ്രഹവും പ്രവർത്തനങ്ങളും സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതെ, മുമ്പിൽ പല പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അനുഭവങ്ങളെ കടൽ പോലുള്ള അനുഭവങ്ങളാണ്. അനുഭവങ്ങളുടെ തീച്ചൂളകളിലൂടെയാണ് ഞാൻ ഇന്നിവിടെ ഈ ചാനലിലെ സാറിന്റെ മുമ്പാകെ ഇരിക്കുന്നത്. ഓ, ശരിയാണ്. സാർ പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കലയ്ക്ക് വേണ്ടി ഒരുപാട് നാള് ഈ സാറ് ഇതിനു വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ഇപ്പോഴും കലയെ ജീവിച്ച് അല്ലെങ്കിൽ സാഹിത്യത്തിനെ നല്ലപോലെ അതിജീവനം നടത്തിക്കൊണ്ട് സാർ ഈ രംഗത്തോട്ട് ഇപ്പോഴും വരുമ്പോൾ അതിനൊരുപാട് മഹത്തായ പ്രശംസയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സാർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് എഴുതിയ ഒരു കവിത എന്തിനെ സ്ഥാപിച്ചുകൊണ്ടാ അല്ലെങ്കിൽ എന്തിനെ വർണ്ണിച്ചുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റും സാർ. കവിത എന്നാണ് ആദ്യം എഴുതിയ കവിതയുടെ പേര്. ആ കവിത ഒരുപാട് വേദികളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കവിതയാണ്. അത് ഇവിടെ ഞാൻ ചൊല്ലണം. അതാണ് വേണ്ടത്, അതാണ് ഞാൻ ചോദിച്ചത്. കവിത എന്നാണ് കവിതയുടെ പേര്. കവിതയൻ തൂലിയ തുമ്പിൽ നിന്നുതിരുന്ന കവിത, കവിതയൻ തൂലിയ തുമ്പിൽ നിന്നുതിരുന്ന കവിത,
ജീവിതാനുഭവങ്ങൾ തൻ തീച്ചൂളയിൽ നിന്നുയർകൊണ്ട കവിത, ജീവിതാനുഭവങ്ങൾ തൻ തീച്ചൂളയിൽ നിന്നുയർകൊണ്ട കവിത, ജീവിതയാത്രാവീതിയിൽ കണ്ട സത്യചിത്രങ്ങളൻ കവിത, ജീവിതയാത്രാവീതിയിൽ കണ്ട സത്യചിത്രങ്ങളൻ കവിത, അറിവിനക്ഷര കൂട്ടങ്ങളൻ കവിത, ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള കവിത, അറിവിനക്ഷര കൂട്ടങ്ങളൻ കവിത, ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള കവിത, അടിമകളുടെ പണിയാളുകളുടെ പടയണിപ്പാട്ടാണൻ കവിത, അടിമകളുടെ പണിയാളുകളുടെ പടയണിപ്പാട്ടാണൻ കവിത, സർഗചേതനയെ ചിന്തയെ ഓർമ്മകളെ സ്വപ്നങ്ങളെ ഉലയിൽ ഊതി ഊതി പഴുപ്പിച്ചതാണൻ കവിത, സർഗചേതനയെ ചിന്തയെ ഓർമ്മകളെ സ്വപ്നങ്ങളെ ഉലയിൽ ഊതി ഊതി പഴുപ്പിച്ചതാണൻ കവിത. കൊച്ചു കവിത, ഭയങ്കര കവിത സാർ. ഈ ഇപ്പോൾ സാറ് ഈ ചില്ലിയ കവിത സാറിന്റെ ഇന്ന് വരെയുള്ള വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, ആ സാറിന്റെ പഴയ കാലഘട്ടത്തിൽ ആദ്യ കവിത എന്ന് എഴുതിയെന്ന് സാർ പറഞ്ഞു. ആണാണ്. അപ്പൊ ആ കവിത ഇതിന് എഴുതാൻ തന്നെ കാരണം ഇതിനകത്ത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുഖ്യധാര ഉണ്ടെന്ന്. ആ മുഖ്യധാരയിലെ എല്ലാ ഘടകങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് സാർ ഈ കവിത എഴുതിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാവിധ സാഹിത്യങ്ങളും സാറ് അതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. സാറിന്റെ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം സാർ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ കവിത എന്ന കവിത സാറ് എഴുതിയത്. ആ എഴുത്തിൽ മുന്നോട്ട് പോയപ്പോൾ പിന്നെ അങ്ങോട്ട് സാറിന് ഏറ്റവും നല്ല ഒരു തന്മയത്വത്തോടു കൂടിയുള്ള രീതി അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ളായിരുന്നു സാറിന്റെ തുടർന്ന് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴേ, നമ്മുടെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാറ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, മലയാള കവിത മരിച്ചു, മലയാള കവിതയുടെ കൂമ്പടഞ്ഞു പോയെന്ന് പറഞ്ഞു. അദ്ദേഹം അത് അങ്ങനെ പറയാനുള്ള കാരണം ഗദ്യ കവിതകൾ ധാരാളം വന്നു, ഗദ്യകവികളും ധാരാളം വന്നു. അപ്പൊ ഈ ചിട്ടവട്ടങ്ങളുള്ള പ്രാസവും മറ്റ് അർദ്ധതലങ്ങളുമുള്ള കവിതകള് വരുന്നില്ല, കവിത വഴിമാറി പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാള കവിത മരിച്ചു എന്നും മലയാള കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്നും പറഞ്ഞത്. അപ്പോ അത്തരം ഈ ഗദ്യകവികൾ മുമ്പോട്ട് വന്നപ്പോഴും ശരിക്കും നമ്മുടെ മലയാള കവിത അല്പം പിന്നോട്ട് പോയപ്പോഴേ അത്തരം ചിട്ടവട്ടങ്ങളുള്ള കവിതകളുമായിട്ട് മുന്നോട്ട് വരണം, അത്തരം കവികളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോ ചിട്ടവട്ടങ്ങളുള്ള കവിതകളെ എഴുതുന്ന ഒരാളായി ഞാനും മാറണം. അങ്ങനെ കവികളെയും സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് വരികയും അത്തരം കവിതകളിലേക്ക് എത്തിച്ചേരുകയും ഞാൻ ശരിക്കും ഗദ്യ കവിതയുടെ ആള് തന്നെയാണ്. മലയാള കവിതയെ രക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കവിയാണ് ഞാൻ. അതാണ് സാറേ ശ്രേഷ്ഠ ഭാഷയ്ക്ക് ഇത്രയും ഒരു പ്രാധാന്യം സാർ കൊടുത്തത്. ആ പ്രാധാന്യം കൊടുത്തപ്പോഴാണല്ലോ മലയാളത്തിന്റെ നല്ല സ്ഫുടതയായിട്ടുള്ള കാര്യങ്ങൾ സാറ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആണാണ്. അപ്പൊ മലയാളത്തിന്റെ ശ്രേഷ്ഠ ഭാഷയുടെ ആ മലയാളത്തിന്റെ സാഹിത്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി സാറ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നപ്പോൾ സാറ് ആ ഒരു വേദിയിൽ വെച്ച് ഇതെല്ലാം കേട്ടപ്പോൾ സാറിനൊരു നല്ലൊരു പ്രകമ്പനം കൊള്ളിച്ചോ, ഞാൻ ഇതിൽ കൂടി നല്ല നല്ല വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പുതിയ പുതിയ കവിതയ്ക്ക് ഞാൻ സാറ് തൂലിക ചലിപ്പിക്കാന്നുള്ളത് സാറിന് തോന്നുക മാത്രമല്ല, തൂലിക ചലിപ്പിക്കുകയും ചെയ്തു. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ 3000-ലധികം കവിതകൾ എഴുതിയ കവിയാണ് ഞാൻ ഇവിടെ ഇരിക്കുക. പക്ഷെ അനുഭവങ്ങൾ പലതും നമുക്ക് മുന്നോട്ട് കുറെ എത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വപ്രയത്നത്താലാണ് ഈ സാംസ്കാരിക പ്രസ്ഥാനം രൂപീകരിക്കുകയും സാംസ്കാരിക വേദികളിലും കവിതകളിലൊക്കെ എത്തിപ്പറ്റുകയും പലരും പിന്നോട്ടടി തരുമ്പോഴും അവിടെ പരാജയപ്പെടാതെ എല്ലാ രംഗത്തും പിന്നോട്ടടിയും പുതിയാൽ വിട്ടും ഒക്കെ ഉണ്ട്. അത് കലാസാഹിത്യ സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെ ഉണ്ട്. പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, കവിയരങ്ങുകളിൽ കവികൾ പങ്കെടുക്കാൻ പാടില്ല, അവിടെ ഈ അസൂയയും കുണ്ടായ്മയും ഉടലെടുക്കും, യഥാർത്ഥ കവിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങൾ ഇന്നത്തെ കവികളിലും കവിയരങ്ങുകളിലും സജീവമായിട്ട് കാണുന്നുണ്ട്. മുമ്പോട്ട് പോകുന്ന ഒരു കവിയെ പിമ്പോട്ടടിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകള്, വർത്തമാനങ്ങള് ഒക്കെ പതിവായിട്ട് കാണുന്നുണ്ട്. എങ്കിലും മലയാള കവിതയെ രക്ഷിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഞാൻ ഈ രംഗത്ത് സജീവമായിട്ട് ഈ മലയാള കവിതയെ രക്ഷിച്ച് അടങ്ങുന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അത്തരം പദ്യ കവിതകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ ശ്രദ്ധേയമായിട്ട് പ്രാപഞ്ചികമായിട്ട് ബന്ധപ്പെട്ട കവിതകളും എല്ലാത്തരം കവിതകളും എഴുതിയിട്ടുണ്ട്.
അപ്പൊ സാർ അങ്ങനെ ആകുമ്പം സാറ് ഈ കവിതകൾ ധാരാളം സാറ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. കവിതയിൽ നിന്നും ചുവട് മാറ്റിക്കൊണ്ട് മറ്റ് ഗാനരചിതമല്ല സാഹിത്യം, അതായത് ബുക്സുകളോ, കവിത അല്ലാത്ത ബുക്സുകളോ, അല്ലെങ്കിൽ അങ്ങനെ മറ്റ് ഗാനങ്ങളോ, അങ്ങനെ അതിനുവേണ്ടി സാറ് സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? സമയം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ നിലവിൽ 25 ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. 2 നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഫീച്ചർ സിനിമയ്ക്കുള്ള തിരക്കഥകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഗാനങ്ങൾ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി പരിസ്ഥിതി പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്. അപ്പൊ എങ്ങും നമ്മൾ അടങ്ങിയിരിക്കുന്നില്ല. നമ്മള് മലയാള കവിതയും മലയാള സാഹിത്യത്തെയും സാംസ്കാരിക രംഗത്തെയൊക്കെ രക്ഷിക്കുന്നതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സജീവമായിട്ട് നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് അത് ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. ആരോടും അകലമില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് സജീവമായിട്ട് ശ്രേഷ്ഠ ഭാഷ, മലയാളം, ശാസ്ത്രകല, സാഹിത്യ, സാംസ്കാരിക വേദിയും കവി എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ശരിയാണ്, അതൊരു നല്ല കാര്യമാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സാറ് ഒരുപാട് ഇതെല്ലാം ഈ ഇപ്പോൾ പറഞ്ഞ ഈ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാറ് സംസാരിക്കുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി സാറിനോട് ചോദിക്കുകയാണ്. ഈ സിനിമാ മേഖലയ്ക്ക് സാറ് എന്താണ് മുന്നോട്ടൊരു കാൽച്ചുവട് വെക്കാഞ്ഞത്? ഒരു കാര്യം കൂടി ചോദിച്ചാ അതിന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞിട്ട് സാർ പറഞ്ഞു. സിനിമാ മേഖലയ്ക്ക് സാറ് മുന്നോട്ട് കാൽവെപ്പ് അതിനു മുമ്പ് സാറ് പറഞ്ഞായിരുന്നു, നമുക്ക് അങ്ങോട്ടൊരു പ്രോത്സാഹനം അങ്ങോട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് ചുവടുകൾ കയറാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ ആ ചുവടുകൾ കയറണമെന്നുണ്ടെങ്കിൽ സാറിനെ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലോ സാറിന് ഒരു പ്രോത്സാഹനം അവിടുത്തെ ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു ഉണ്ണിപുത്തൂർ എന്നുള്ളൊരു കവിത ചൊല്ലുന്ന അല്ലെങ്കിൽ കവിത എഴുതുന്ന അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനം സ്വന്തം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ജന്മദേശത്തു നിന്ന് കിട്ടിയോ സാറിന്? ജന്മദേശത്തുനിന്ന് ഒരു പിന്തുണയും പ്രോത്സാഹനവും കിട്ടുന്നില്ല. അകലങ്ങൾ പാലിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അനുഭവങ്ങളുടെ തീച്ചൂളുകളിലൂടെയാണ് മുന്നോട്ട് വരിക. അതാ ഞാൻ ചോദിച്ചത്. അടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് വരിക. പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിയും സാംസ്കാരിക പ്രവർത്തകനുമാണ്. അതെന്റെ നാട്ടുകാർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നാട്ടിലെ ഒരു സാംസ്കാരിക പരിപാടിക്കും നമ്മളെ വിളിക്കാതിരിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കളെ അവിടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ PTA മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. ഞാൻ പലരോടും പറഞ്ഞു എന്നോട് ഒരു കവിത ചൊല്ലാനൊക്കെ ക്ഷണിക്കണമെന്ന് പറയുമ്പോൾ അവരകലങ്ങൾ പാലിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും നാട് പിന്തുണയ്ക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാനെല്ലാവരും ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഇന്റർവ്യൂ തന്നെ കാണുമ്പോൾ സാറിനെ സ്വന്തം നാടെന്നല്ല ഈ ലോകം സാറിനെ അംഗീകരിക്കും. കാരണം സാറിന്റെ ആദ്യം ചെയ്ത ആ കവിത വളരെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്. കവിത എന്ന ആ കവിത സാർ വൃത്തിയായിട്ട് ചെയ്തപ്പോൾ ഈ പറയുന്ന എനിക്കും എന്റെ മനസ്സിലും അത് വളരെ ഹൃദയസ്ഥമായി. കാരണം ഓരോ വാക്കുകളും കൃത്യമായിട്ട്, ഓരോ വാക്കുകളും അക്ഷരം പ്രതിയായിട്ട് മലയാള ശ്രേഷ്ഠ ഭാഷയുടെ മലയാളത്തിന്റെ തന്നെ തനിമയിൽ കൂടി തന്നെ നമ്മുടെ ഉണ്ണിപുത്തൂര് അത് ഇവിടെ ആലപിച്ചപ്പോൾ ഞാൻ മാത്രമല്ല ഇത് കാണുന്ന എല്ലാവരും ശ്രീ ഉണ്ണിപുത്തൂരിനെ പ്രോത്സാഹിപ്പിക്കണം. അതിന്റെ കാര്യമുണ്ട്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ നാളത്തെ വഴി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കും. പുത്തൂരിന്റെ നാട്ടിലെ എല്ലാ നിവാസികളും അത് മനസ്സിലാക്കണം. സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിനെ ആദരിക്കണം. കാരണം അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രേക്ഷകരായ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലെ പുത്തൂർ നാട്ടിലെ ഈ ലോകത്തിന്റെ എല്ലാ ആൾക്കാരും അത് വളരെ വൃത്തിയായിട്ട് തന്നെ നീങ്ങണം. അങ്ങനെ നീങ്ങിയാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ പുതിയ ഒരു കവിതാ സാഹിത്യകാരൻ ഉയർത്തെഴുന്നേൽക്കും. അതിന് യാതൊരു സംശയമില്ല. ഇനിയും എനിക്ക് ഒരു വാക്കും കൂടി പറയാനുണ്ട്. സാറ് ഈ പരിസ്ഥിതിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ ഈ പുത്തൂരിന്റെയോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെയോ അല്ലെങ്കിൽ കേരളത്തിന്റെ കേരളത്തിന് പുറത്തുള്ള എല്ലായിടത്തും പോയി പരിസ്ഥിതിയെ പറ്റിയുള്ള ഒരു വിശകലനം ചെയ്തിട്ടാണോ സാറ് ഈ പരിസ്ഥിതി എന്ന ആ അധ്യായത്തിലോട്ട് കടന്നത്? ഞാൻ കൂടുതലായിട്ടും നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ളിടത്തെല്ലാം ചെന്നെത്തുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ശാസ്താംകോട്ട കായൽ, അതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട കായൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കവികൾ പാടുന്നു നാടിനു വേണ്ടി എന്ന് പറഞ്ഞ് 10-30 കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓപ്പൺ പരിപാടി ഞാൻ ചെയ്തായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി. അന്ന്
പിറ്റേന്ന് പത്രവാർത്ത കണ്ടിട്ട് ആ പരിപാടി ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. പത്രവാർത്ത കണ്ട് മുഖ്യമന്ത്രി പിറ്റേന്ന് നിയമസഭയിൽ പറഞ്ഞു, ശാസ്താംകോട്ട കായലിന് വേണ്ട എല്ലാ സംരക്ഷണവും ചെയ്യുന്നെന്ന് ഉറപ്പ് വരുന്നതാണ് അദ്ദേഹം പറഞ്ഞു. അത് അടുത്ത ദിവസം പത്രത്തിൽ വന്നു. അടുത്ത ദിവസം കൊല്ലം കളക്ടർ അത് പറഞ്ഞു. ശാസ്താംകോട്ട കായൽ സംരക്ഷണത്തിന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. നല്ല കാര്യം. ഇടയ്ക്ക് സാർ ഒരു കാര്യം ചോദിച്ചായിരുന്നു, മറുപടി പറഞ്ഞില്ലായിരുന്നു. അതായത് സിനിമയില് ഞാൻ 10 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അത് 4 എണ്ണത്തിൽ നായക വേഷമാണ്. അത് ഭൂമിയിലെ ദൈവങ്ങള്, നന്ദയുടെ സ്വന്തം കാമധേനു, ദാറ്റ് ഈസ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ 1 വർഷമായി. 1.25 മണിക്കൂറുള്ള ഫീച്ചർ ഷോർട്ട് ഫിലിമാണ്, യൂട്യൂബിലുണ്ട്. ദാറ്റ് ഈസ് ലൈഫ്. അതിലും നായക വേഷം ചെയ്തിരിക്കുക, അധ്യാപകന്റെ വേഷമാണ്. ഇങ്ങനെ അതുപോലെ ഇവളൊരു പെൺപുലി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. അങ്ങനെ സജീവമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 3 ഫീച്ചർ സിനിമ തിരക്കഥ പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് നിർമ്മാതാക്കളെ കിട്ടുന്നില്ല. അതെല്ലാം നമ്മുടെ കണ്ണാരം സാറും ലീഡറും നമ്മുടെ സുരേഷ് ഗോപി സാറും ഒക്കെ പറയും, ഞാന് ശുഭാപ്തി വിശ്വാസക്കാരനാണെന്ന് ലീഡർ പറയും. അത് തന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറും പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. നമ്മൾ അവിടെ ചെന്നെത്തും. പ്രവർത്തിക്കുന്നതിന്റെ ഫലം ശുഭാപ്തി വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പോയിന്റ് എനിക്ക് മനസ്സിലാകും. ശാസ്താംകോട്ട തടാകം ശുദ്ധജല കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ശുദ്ധജലം കൊടുക്കുന്ന ഒരു തടാകമാണ്. അപ്പൊ ആ തടാകത്തിനകത്തൊരു മലിനീകരണം ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ പരിസ്ഥിതിക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിച്ചു. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടാണല്ലോ ഇന്നും ആ തടാകം വളരെ ഭംഗിയായിട്ട് വന്നത്. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പം അത്രയും അവിടുത്തെ ആ വെള്ളം വളരെ ലൈവായിട്ട് കണ്ട് ശുദ്ധീകരിച്ചാണ് ഈ കൊല്ലം ജില്ലയ്ക്ക് മൊത്തം അത് വെള്ളം കിട്ടുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ ഭാഗത്തും അത് വെള്ളം കിട്ടുന്നുണ്ട്, കുടിവെള്ളം കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുപോലെ പരിസ്ഥിതി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാത്തവർക്ക് പോയി കഴിഞ്ഞാൽ അത് മലിനീകരണമാകത്തല്ലേ ഉള്ളൂ. ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രവർത്തനം സാറിനെ പോലെ കുറെ പേര് അതിന് എന്നെ പോലെ ഒരുപാട് പേര് ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ഒരുപാട് എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് ഇതൊക്കെ മികവുണ്ടാവും. ആ മികവുണ്ടായിട്ടാണല്ലോ ശാസ്താംകോട്ട തടാകം ഇന്നും വളരെ പരിശുദ്ധിയോട് കൂടി തന്നെ കിടക്കുന്നത്. ശുദ്ധജല തടാകം നമ്മൾ അറിയപ്പെടും. പിന്നെ സാറ് സിനിമാ രംഗത്തായാലും ഈ പൊതുപ്രവർത്തനത്തിലായാലും മറ്റ് സാംസ്കാരിക രംഗത്തായാലും എന്ത് രംഗത്തായാലും സാറിന് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാണ്, സാറ് വളരേണ്ട ഇന്നത്തെ തലമുറയല്ല നാളത്തെ തലമുറയായാലും വളരേണ്ട ഒരു നല്ല കലാകാരനാണ്, അല്ലെങ്കിൽ നല്ല ഒരു സാഹിത്യകാരനാണ്. ഇത് നമ്മളെ പോലെ 10 പേര് അദ്ദേഹത്തിന് ഇതേപോലെ ഈ കവിതയൊക്കെ കേട്ട് അദ്ദേഹത്തിന് ഒരു നല്ല അഭിപ്രായം കൊടുത്താൽ അദ്ദേഹവും നാളത്തെ നല്ല ഒരു സാഹിത്യകാരനാവും. അതാണ് ഈ ഇന്റർവ്യൂവിൽ നിന്ന് പങ്കെടുത്തതിന്റെ പ്രമുഖ വിഷയം. ആ വിഷയത്തിന് നല്ലവരായ പ്രേക്ഷകർ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം നല്ല മലയാളത്തിന്റെ നല്ല ഒരു സാഹിത്യകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശംസകളും പകർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്നത്തെ ഈ ഇന്റർവ്യൂ ഇന്നിവിടെ നിറഞ്ഞാടിയത് കൊല്ലം ജില്ലയുടെ ഇന്ന് വളർന്നു വരുന്ന ഒരു ചാനലാണ് ഗ്രീൻ മോഷൻ സ്റ്റുഡിയോ. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയെ പറ്റി പറയുമ്പോൾ എല്ലാം കൃത്യമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചിട്ടയോടുകൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ മാത്രമല്ല മറ്റ് ഒരുപാട് പ്രോഗ്രാമുകൾ ഗ്രീൻ മോഷൻ സ്റ്റുഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ട് അവർക്ക് ആ ചാനലിൽ നല്ല വ്യൂവേഴ്സ് ഉണ്ടാക്കി കൊടുത്ത് വളർത്തുക.